ഇനി മണ്ണല്ല മലയിടിഞ്ഞ് വീണാൽ പോലും തകരാത്ത രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷാ സജ്ജീകരണങ്ങളുമാണ് അർജുൻ സഞ്ചരിച്ച ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഭാരത് ബെൻസിൽ ഒരുക്കിയിരിക്കുന്നത്. ഉത്തരകന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂരിലാണ് മണ്ണിടിഞ്ഞ് വീണ് ഈ വാഹനം കാണാതായിരിക്കുന്നതും ഒപ്പം അർജുനും എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. 6 ദിവസം പിന്നിട്ടിരിക്കുന്നു. തെരച്ചിലിനായി സൈന്യവും ISROയും ഒക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ഭാരത് ബെൻസിന്റെ 12 വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴായിരുന്നു വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതായി വിശ്വസിക്കുന്നത്. ലോറിയുടെ GPS സിഗ്നൽ കൃത്യമായി തന്നെ ഭാരത് ബെൻസിന് മനസ്സിലാക്കാനും അത് ഉടമയെ അറിയിക്കാനും കഴിഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള പരിശോധനയാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത്. മണ്ണിനടിയിൽ നിന്നാണ് GPS സിഗ്നൽ കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം മൊബൈൽ ഫോൺ ആകട്ടെ വല്ലപ്പോഴും ഓണായി വന്ന് സിഗ്നൽ നൽകുന്നതും അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ നൽകുകയാണ്. എവിടെയാണെങ്കിലും ഏത് മണ്ണിനടിയിലാണെങ്കിലും അർജുന് ജീവിച്ചിരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഭാരത് ബെൻസിന്റെ ഈ സുരക്ഷയിലൂടെ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ മോഡലാണ് ഭാരത് ബെൻസിന്റെ 12 വീൽ ട്രക്ക് അർജുൻ ഓടിച്ചിരുന്നത്. ഇതിന്റെ ക്യാബിൻ റൂം തന്നെ വളരെ വലുത് തന്നെയാണ്. ഇത്രയധികം വിശാലമായ ക്യാബിൻ റൂം ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറിയ തോതിൽ മണ്ണോ കല്ലോ എന്തെങ്കിലും അകത്തേക്ക് പതിച്ചാൽ പോലും അർജുന് സുരക്ഷിതനായി തന്നെ ഉള്ളിലിരിക്കാനായി കഴിയുമെന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ക്ലീനർ പോലുമില്ലാതെ ഒറ്റയ്ക്ക് തന്നെ വാഹനം ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഈ വാഹനത്തിലുണ്ട്. കാരണം ഡ്രൈവർ ഉറങ്ങിയാൽ അത് മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ അടക്കം സെൻസറുകളടക്കം ഈ ലോറിക്കുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകട ഭീഷണി ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാങ്കേതിക വിദ്യ കൂടി ഇതിനുള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അർജുന്റെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാകാമെന്നുള്ള പ്രതീക്ഷ അർപ്പിക്കുന്നത്. ഒപ്പം ലോറിക്കുള്ളിൽ തന്നെ ചെറിയ തോതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ അർജുൻ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഉണ്ടാകാം. ഒപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കൂടി ഉണ്ട് എന്നുള്ള പ്രതീക്ഷയും ഇതിനാക്കം കൂട്ടുന്നുണ്ട്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം കൂടി ഇറങ്ങിയതോടെയാണ് കുടുംബവും സുഹൃത്തുക്കളും ഏറെ ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്. ഇനി വാഹനം മുന്നോട്ട് ചലിപ്പിക്കാനായി, വാഹനം സ്റ്റാർട്ട് ചെയ്യാനായി കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു 90% പറയേണ്ടത്. കാരണം ഇത്രയധികം മണ്ണും മറ്റുമൊക്കെ വാഹനത്തിന് മുകളിലായി വന്ന് വീഴുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബാറ്ററി പ്രവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. വാഹനം സ്റ്റാർട്ടാകുന്ന കാര്യവും ഏറെ സംശയത്തിലായിരിക്കും. എന്നാൽ വാഹനത്തിൻ്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ കാണിക്കുമെന്ന് തന്നെയാണ് വാഹന ഉടമകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ GPS ലൊക്കേഷൻ അനുസരിച്ച് തന്നെയാണ് പരിശോധന തുടരുന്നത്. പക്ഷേ ഈ ലൊക്കേഷൻ കാട്ടിയ ഇടത്ത് 95% മണ്ണ് നീക്കിയിട്ട് പോലും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും മേഖലയിലായിരിക്കുമോ എന്നുള്ള സംശയവും ഇപ്പോൾ ഉടലെടുക്കുകയാണ്.